ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സിനിമാ വിവാദത്തിൽ പ്രാഥമിക അന്വേഷണത്തിന് സർക്കാർ ഒരുങ്ങുന്നു. പുറത്തു വന്ന വെളിപ്പെടുത്തലുകൾ പരിശോധിക്കും. ഇതിനായി പ്രത്യേക സംഘത്തെ നിയോഗിക്കും. പരാതി ലഭിച്ചാൽ കേസെടുത്ത് അന്വേഷിക്കാൻ തീരുമാനമെന്നാണ്. പ്രധാനമായും പരിശോധിക്കുക രഞ്ജിത്തിനും സിദ്ദിഖിനുമെതിരായ വെളിപ്പെടുത്തലുകളാണ് എന്നും വ്യക്തമാകുന്നു. അനന്തരഷം വിവരങ്ങളുമായി അനന്തൻ. നേരത്തെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക പരിശോധനയ്ക്ക് നീക്കം എന്ന വിവരം അനന്തൻ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ ഇത് കൃത്യമായി രഞ്ജിത്തിനും സിദ്ദിഖിനുമെതിരെ ഉയർന്നിരിക്കുന്ന വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ അത് കൃത്യമായി എടുത്ത് പരിശോധിക്കുന്നു. ആർക്കാണ് ഇതിന്റെ അന്വേഷണ ചുമതല? ഏത് നിലയിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിക്കുന്നത്? ദിവിഷ്, സിനിമാ മേഖലയിലെ വിവാദവുമായി ബന്ധപ്പെട്ട് ഒടുവിൽ സർക്കാർ വഴങ്ങിയിരിക്കുന്നു, അന്വേഷണത്തിന് തയ്യാറായിരിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നേരത്തെ അതുമായി ബന്ധപ്പെട്ടും അതിനുശേഷം പുറത്തു വന്ന വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ടും അന്വേഷണം വേണ്ട എന്നുള്ള നിലപാടായിരുന്നു സർക്കാരിന് ഇതുവരെ. എന്നാൽ വിവാദം കത്തിപ്പടരുകയും സർക്കാർ വലിയ പ്രതിരോധത്തിലാകുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അന്വേഷണത്തിന് സർക്കാർ തയ്യാറായിരിക്കുന്നത്. നിലവിൽ സിദ്ദിഖിനും രഞ്ജിത്തിനുമെതിരായി ഉയർന്നിരിക്കുന്ന ലൈംഗിക ആരോപണങ്ങൾ, ഈ ആരോപണങ്ങളുടെ നിജസ്ഥിതിയാണ് പരിശോധിക്കുന്നത്. അതിനുശേഷമാണ് അത് സംബന്ധിച്ച് കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് പോവുക. നിലവിൽ ഈ പുതിയ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട നിജസ്ഥിതി പരിശോധിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. അത് ആരൊക്കെ എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ഇപ്പോൾ പുറത്തു വന്ന വെളിപ്പെടുത്തലുകൾ, മാധ്യമങ്ങളിൽ വന്ന അവരുടെ ഇൻ്റർവ്യൂകൾ, ഇതടക്കം ഈ പ്രത്യേക സംഘം പരിശോധിക്കും. അതിനുശേഷം ഈ പരാതി ഉന്നയിച്ച ആൾക്കാരുമായി ബന്ധപ്പെടാനുള്ള ശ്രമവും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അവരുടെ ഭാഗത്തുനിന്ന് മൊഴിയോ പരാതിയോ ലഭിച്ചാൽ കേസെടുത്ത് തുടരന്വേഷണം നടത്താനാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിരിക്കുന്ന പരാമർശങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അനുബന്ധ മൊഴികൾ, ആ കാര്യത്തിൽ അന്വേഷണം ഇപ്പോൾ ഉണ്ടാകില്ല എന്ന സൂചനയാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്നത്. കാരണം അത് ഹൈക്കോടതിയുടെ പരിധിയിലാണ്. ഹൈക്കോടതി ആ കാര്യത്തിൽ ഒരു തീരുമാനം പറയുന്നത് വരെ അതിൽ അന്വേഷണം ഉണ്ടാകില്ല. ഇപ്പോൾ രഞ്ജിത്തിനും സിദ്ദിഖിനുമെതിരായ അന്വേഷണത്തിലാണ്, വിവാദത്തിലാണ് പ്രാഥമികമായ അന്വേഷണം നടത്തുന്നത്. അതിനൊപ്പം തന്നെ ഒരു കാര്യം കൂടി വ്യക്തമാകുന്നുണ്ട്. നിലവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനൊപ്പം പുതിയ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട് രഞ്ജിത്തിനെതിരെയും സിദ്ദിഖിനെതിരെയും നിരവധി പരാതികൾ DGPക്കും സർക്കാർ ലെവലിലും ആഭ്യന്തര വകുപ്പിനും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. അതിലൊന്നും, ആ പരാതികളുടെ അടിസ്ഥാനത്തിലൊന്നും കേസെടുത്ത് അന്വേഷണം വേണ്ട എന്നുള്ളതാണ് തീരുമാനം. നിലവിൽ പ്രാഥമികമായ അന്വേഷണമാണ്. ഇപ്പോൾ പുറത്തു വന്ന വെളിപ്പെടുത്തലുകൾ, അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് പരിശോധിക്കാനാണ് പ്രത്യേക സംഘത്തെ ഇപ്പോൾ നിയോഗിക്കുന്നത്. അനന്തരം ഇപ്പോൾ ഇന്ന് രാവിലെ രേവതി സമ്പത്ത് നമ്മുടെ ചർച്ചയിൽ തന്നെ സിദ്ദിഖിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ നിയമപരമായ ഒരു നടപടിക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിലവിൽ അതിന് തയ്യാറല്ല. പക്ഷേ ഭാവിയിൽ ഒരുപക്ഷെ അങ്ങനെ ഒരു തീരുമാനത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എങ്ങനെയാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചവർ ഈ പ്രത്യേക സംഘത്തോട് സഹകരിക്കുന്നതെന്നും നമുക്കിപ്പോൾ വ്യക്തമല്ല. എങ്ങനെയാണ് ഈ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഈ പരിശോധന മുന്നോട്ട് പോവുക? ദിവിഷ്, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വെളിപ്പെടുത്തലുകളൊക്കെ കുറച്ചധികം കാലം മുമ്പ് നടന്ന സംഭവങ്ങളെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നിയമസാധുത, അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ലഭിക്കാനുള്ള സാധ്യത, ഇതൊക്കെയാണ് പ്രാഥമികമായി പരിശോധിക്കുക. അതിനൊപ്പം തന്നെ ഈ ഇപ്പോൾ വന്ന വെളിപ്പെടുത്തലുകളിൽ ഏതെങ്കിലും തരത്തിൽ നിയമപരമായ കഴമ്പുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കും. ഒപ്പം ഈ ആരോപണം ഉന്നയിച്ചവർ, അവരിൽ നിന്ന് പരാതി അല്ലെങ്കിൽ മൊഴി, ഇത് ശേഖരിക്കാനുള്ള ശ്രമവും നടക്കും. ഏതായാലും ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് നിയമ നടപടി ഇല്ലാതെ മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിയില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അത്രമേൽ സമ്മർദ്ദം സർക്കാരിൻ്റെ മുകളിലുണ്ട്. കാരണം ലൈംഗിക ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. അതും സംസ്ഥാനത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾക്കെതിരെയാണ് ഈ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത്. ആ ആരോപണങ്ങളിൽ കർശനമായ നിയമ നടപടിയിലേക്ക് പോയില്ലെങ്കിൽ സ്ത്രീപക്ഷ നിലപാടുള്ള ഇടത് സർക്കാരിന് അത് വലിയ തിരിച്ചടിയാകും. നിയമ നടപടി വേണം എന്നുള്ളൊരു ആവശ്യം പല കോണുകളിൽ നിന്ന് ശക്തമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വെളിപ്പെടുത്തലുകളുടെ ബന്ധപ്പെട്ട് പ്രാഥമിക പരിശോധന നടത്തുക, ആ ആരോപണം ഉന്നയിച്ചവരിൽ നിന്ന് മൊഴിയെടുക്കാനുള്ള ശ്രമം നടത്തുക, അങ്ങനെ മൊഴി ലഭിച്ചാൽ കേസെടുത്ത് തുടരന്വേഷണം നടത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലപാട്. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിരിക്കുന്ന മൊഴികളും അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് കോടതിയുടെ നിലപാട് അനുസരിച്ചാകും തുടർ നടപടികളിലേക്ക് സർക്കാർ തീരുമാനമെടുക്കുക. ശരി, തുടരുക. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വീണ്ടും മടങ്ങിയ